എന്തായാലും 3-4 ദിവസം കൊണ്ട് മഴയാണ്. സൂര്യനെ കണ്ടിട്ട് കുറെ ദിവസമായി. ഹോട്ടലിലെല്ലാം എന്താ ചായ കൂടി തകർത്തായിട്ട് നടക്കുന്നു. ചായയും കഴിഞ്ഞ് 3-4 വട്ടം ഇങ്ങനെ ഇടവിട്ട് നടന്നുകൊണ്ടിരിക്കും. മഴയായതുകൊണ്ട് വിശപ്പും കൂടുതലാണ്. പാവന് സാറിക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഓട്ടം കിട്ടി. എന്തായാലും വണ്ടി സാധനം കയറി കഴിയുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. എന്തായാലും ഷിയാബ് ഭാഗ്യമാണ് ഷിയാബിന് കിട്ടിയ ഓട്ടം. മഴയത്ത് ഓട്ടം പോകാനൊക്കെ നല്ല സുഖമാണ്. ഓട്ടം കിട്ടണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ കുറയും. വണ്ടി മെയിൻ്റെനൻസ് ഒക്കെ കൂടുതലാണ് മഴ സമയത്ത്. എന്നാലും നമുക്ക് ക്ലൈമറ്റ് കൊണ്ട് ഒരു സുഖം അനുഭവിക്കാൻ പറ്റും. ചിലയിടത്ത് മഴ പെയ്യും, ചിലയിടത്ത് മഴയില്ല. അതാണ് ഇപ്പൊ നടക്കുന്നത്. പല വീഡിയോകളിലും നമ്മൾ ഓട്ടം പോകുന്നുണ്ട് തന്നെ ഇവിടെ കൂടുതൽ വീഡിയോകളാണ് നമ്മൾ ഇടുന്നത്. വെള്ളത്ത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പം റോഡ് പണി നടക്കുന്നുണ്ട് ഭയങ്കര മോശമാണ്. പോയി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു ഓട്ടം കിട്ടി പോയി വരുമ്പോഴത്തേക്ക് ഒരു ദിവസത്തിന്റെ പകുതി നമുക്ക് പോകും. ബ്ലോക്കും കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യാനാ, ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെക്കാട്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. കണ്ടില്ലേ വണ്ടി അള്ളിക്കൊണ്ട് പോകുന്നത്. എന്തായാലും വീട്ടിൽ വരുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ സന്തോഷവും കളിയും ചിരിയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് എല്ലാത്തിനും റിലീഫ് കിട്ടുന്ന സന്തോഷം കിട്ടുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ കളിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് ഗസ്റ്റിലെ കുഞ്ഞുങ്ങൾ ഓർമ്മ വരുന്നത്. പട്ടിണി കിടക്കുവാണ്, ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു ജനത. എന്തായാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ അവർക്കും സന്തോഷിക്കാൻ എത്രയും പെട്ടെന്ന് സമാധാനം പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഓട്ടം പോകുമ്പോൾ വണ്ടിയിൽ വെട്ടക്കുറവ്, അതുകൊണ്ട് എക്സ്ട്രാ ലൈറ്റ് പിടിപ്പിച്ചു. എന്തായാലും നോർദിക്കയുടെ ഇടയിൽ വൈകിട്ട് പോകുമ്പോഴത്തേക്ക് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പോകുന്നത്. കാര്യം പഴയ കാലത്തുള്ള നമ്മുടെ കളിപ്പാട്ടങ്ങളൊക്കെ പുതിയ രീതിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പഴയ കാലത്തു നിന്നുള്ള വ്യത്യാസം വന്നിരിക്കുന്നത് ഒരുപാട് ടെക്നോളജികളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയുടെ ഭാഗത്തിലും ഭയങ്കര അന്ന് 10 രൂപ 5 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ഇന്ന് 100, 150, 200 വിലയാണ്. മൂല്യം അനുസരിച്ചാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് വെച്ചാൽ വളരെ ഭാഗ്യമാണ്. അവർ ചൂണ്ടിക്കാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കൾ എല്ലാവരും മേടിച്ചിട്ട് ഞാൻ അടക്കമുള്ളവർ. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളോട് കരഞ്ഞ് കാല് പിടിക്കണം. എല്ലാം കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ഇതുപോലെ സിനിമ കാണുന്ന ഒരു പതിവുണ്ട്. എന്തായാലും മഞ്ഞുമൽ ബോയ്സ് പ്ലേ ചെയ്യാൻ നോക്കി. എത്രയൊക്കെ ശ്രമിച്ചിട്ടും പടം പ്ലേ ആവുന്നില്ല. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് നമ്മൾ കയറിയത്. എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.